പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് പുതിയൊരു പദ്ധതിയുമായി മുന്നോട്ട് വരികയാണ്. മഹല്ല് കേന്ദ്രീകരിച്ച് ഡിജിറ്റൽ സർവേ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി MC ആബിദ്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻചാർജ് നടത്തുന്ന ഷൗക്കത്ത് ലൈഫ് ലൈൻ അദ്ദേഹം, ഈ രണ്ടുപേരും, അതുപോലെ തന്നെ വനിതാ പ്രവർത്തകയായ രണ്ടുപേരും എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറിയോടും അതുപോലെ തന്നെ ഷൗക്കത്ത് ലൈഫ് ലൈനോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത്തരത്തിലുള്ള പ്രവർത്തനം ജമാഅത്ത് കമ്മിറ്റി ഒരുപാട് നാളുകളായി ചിന്തിച്ച് പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി MC ആബിദോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ആബിദ, ഈ ഡിജിറ്റൽ സർവേ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ, ഇതിൻ്റെ പൂർണ്ണ വിവരം എന്തായാലും ഈ വീഡിയോയിൽ പറയാൻ സാധ്യമല്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിപ്പോൾ കരീമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജമാഅത്തിൻ്റെ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ആവശ്യമായിരുന്നു നമ്മളെ ഡിജിറ്റൽ സർവേ. അതുപോലെ ജമാഅത്തിൻ്റെ കുടുംബത്തിൻ്റെ അല്ല, ഒരു ജമാഅത്തിൻ്റെ കീഴിൽപ്പെട്ട കുടുംബത്തിൻ്റെ ഒരു ഡാറ്റ നമുക്ക് വേണമെന്നുള്ളത്. അതിപ്പോൾ നമുക്ക് തോന്നുന്നു ഒരു 6-8 വർഷത്തിന് പഴക്കം വരും ഇത് മഹല്ലിൻ്റെ ഒരു നിവാസികൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട്. ഇതുവരെയുള്ള കമ്മിറ്റികൾക്ക് ഓരോ ബുദ്ധിമുട്ട് കാരണം ഇതിന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഈ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യമേ ഇതിനൊരു തീരുമാനം എടുത്തതായിരുന്നു ഈ സർവേയായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ കരീമിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാ നമ്മളിന്ന് തുടങ്ങി നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തോളം ഇതിന് ഇനിയും സമയം എടുക്കും ഈ ഡാറ്റ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു മാസം ഇതിന്, ഒരു മാസം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതാണ്. നമുക്ക് തുടങ്ങിയിട്ടും തന്നെ ഒരു മാസമായി. ഇനിയും ഒരു മാസത്തിന് മേലെ ഇതിന് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബോധവൽക്കരണം ഇപ്പോൾ നമ്മളെ ജമാഅത്ത് നിവാസികൾക്കൊക്കെ ചിലപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം എന്നൊന്നും മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണം നടത്തേണ്ടത്. ഇത് കമ്മിറ്റി ഒരു തീരുമാനം ഉള്ളതാണ്. ഈ സർവേ എല്ലാം പൂർത്തിയായ ശേഷം ജമാഅത്തിൻ്റെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സദസ്സിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം നടത്താൻ ആഗ്രഹം ഉള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതും അടുത്ത് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും. എന്തായാലും ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഷൗക്കത്ത് ലൈഫ് ലൈൻ അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. എന്തായാലും ഷൗക്കത്തോട് ചോദിക്കാം. ഷൗക്കത്ത്, എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ സംഭവം? ഇത് ഒരു ഡിജിറ്റൽ സർവേയാണ് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാ ഡാറ്റയും പൂർണ്ണമായിട്ട് ഡിജിറ്റലായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നിലവിലുള്ള റെസിപ്റ്റ് ബുക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ആ കാര്യങ്ങൾ പോലും ഓൺലൈൻ വഴി ഓരോ ആളുകൾക്കും അവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് സ്വയം തന്നെ ഓൺലൈനായിട്ട് അവരുടെ എന്താണോ വരിസംഖ്യയാണോ സംഭാവനയാണോ പള്ളിയിലേക്ക് എന്താണോ കൊടുക്കാനുള്ളത് എല്ലാം അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഏത് രാജ്യത്തിരുന്നു കൊണ്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് എത്രത്തോളം ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് അവർക്ക് സ്വയം നോക്കിയിട്ട് അവർക്ക് തന്നെ അത് പേയ്മെൻറ്റ് ചെയ്യാനും പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി പള്ളിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് സംവിധാനിച്ചിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷനിൽ ഓരോ വീട്ടിലെയും മുതിർന്നവർ മുതൽ ഏറ്റവും ചെറിയ കുട്ടികൾ വരെയുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വയസ്സ്, അവർ വിദ്യാർത്ഥിയാണോ, പഠിച്ചവരാണോ, ജോലിയുള്ളവരാണോ, ജോലിയില്ലാത്തവരാണോ, രോഗമുള്ളവർ, രോഗമില്ലാത്ത, അങ്ങനെ തുടങ്ങി ഓരോ ഡാറ്റയും ഇതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇതിലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ നമുക്കൊരു കല്യാണത്തിൻ്റെ ആവശ്യത്തിന് നമ്മളൊരു അപേക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മരണപ്പെട്ട ഒരാളുടെ ഖബർ എവിടെയാണെന്ന് അറിയാം. കാരണം വരും തലമുറകൾക്കത് എവിടെയാണിത് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ അവർക്കത് ഈ ആപ്ലിക്കേഷനിലൂടെ അത് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മളിതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ടെക്നോളജി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനമാണ് ഇപ്പം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കരീമിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഷൗക്കത്ത് പറയുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം അല്ലേ, എന്തുകൊണ്ട് ഒരു പുതിയ ഒരു സംവിധാനത്തിലാണ് മാണിക്കോത്ത് മുസ്ലിം ജമാഅത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടറിക്ക് വീണ്ടും പറയാനുണ്ട്. പിന്നെ ഇത് കമ്മിറ്റീൻ്റെ തീരുമാനപ്രകാരം ഇതിൻ്റെ ഹെഡായിട്ട് ഈ ഷൗക്കത്ത് ലൈഫ് ലൈനാണ് ഉള്ളത്. ഓൻ്റെ കീഴിൽ 6 സ്റ്റാഫും കൂടി ഉണ്ട് ഇതിൽ വർക്ക് ചെയ്യുന്നവർ. ലേഡീസ് സ്റ്റാഫ് 6 വളണ്ടിയർമാർ, 6 വളണ്ടിയർമാരും 6 സ്റ്റാഫായിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ടീമാണ് ഇതിൻ്റെ പുറകിൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ അവരിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അകത്ത് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. മഹല്ലിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഇതര മഹല്ലുകളൊക്കെ അത് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ തൊഴിലവസരവുമായി ബന്ധപ്പെട്ടും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല. ഉണ്ട് തീർച്ചയായിട്ടും. അത് നമ്മളതിന് വേണ്ടി ഇപ്പം നാട്ടിൽ പുതുതായിട്ട് ഇപ്പോൾ ഒരു വളണ്ടിയർ വിങ് എന്നുള്ള രീതിയിൽ ഇപ്പം വിക്കായ അതേപോലെ തന്നെ വൈറ്റ്കാടൊക്കെ പോലെയുള്ള മാണിക്കോത്ത് മഹലിൻ്റെ കീഴിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവശ്യങ്ങൾക്കും, ഉദാഹരണത്തിന് പാലിയേറ്റീവ്, ട്രോമ കെയർ, വിദ്യാഭ്യാസം, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മഹല്ല് നിവാസികളെ അറിയിക്കാനും അതുപോലെ തന്നെ മഹല്ലിവാസികളുടെ കാര്യങ്ങൾ ജമാഅത്തിലെത്തിക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ തുടക്കം നമ്മൾ കുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് സ്ത്രീ വളണ്ടിയേഴ്സാണ്, ഏകദേശം 6ഓളം സ്ത്രീ വളണ്ടിയേഴ്സാണ് ഇപ്പോൾ അതിന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ. തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ തൊഴിൽപരമായിട്ട് എന്താണ് ജമാഅത്ത് കമ്മിറ്റി ഇപ്പോൾ തൊഴിലാളികളുണ്ടാവും, ഇപ്പോൾ ഒരുപാട് പഠിച്ച കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ മറ്റു തൊഴിൽ മേഖല അറിയുന്ന കുട്ടികളുണ്ടാവും, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മഹല്ല് നിവാസികളുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ജമാഅത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ജനറൽ സെക്രട്ടറി എന്നതിൽ താങ്കൾക്ക് എന്താണ് പറയുന്നത്? ജമാഅത്തിൻ്റെ ബൈലോയിൽ തന്നെ തൊഴിൽപരമായിട്ടുള്ളതും മഹല്ലിലെ തീർച്ചയായിട്ടും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസപരമായിട്ട് ഇങ്ങനെയെല്ലാം അതിൽ പറയുന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്നോരോന്ന് ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങുന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞ ശേഷം അടുത്ത തീരുമാനമായിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നതാണ്. അതിന് മഹല്ല് നിവാസികളായ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്കിതിന് ആവശ്യം. തീർച്ചയായിട്ടും. ഇപ്പോൾ ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പറയുന്നത് മഹല്ല് നിവാസികളെ എല്ലാവരുടെയും പിന്തുണ ഈ പ്രവർത്തനവുമായിട്ട് വേണം. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനം ജമാഅത്ത് കമ്മിറ്റിയെ വളരെയധികം അഭിനന്ദിക്കേണ്ടതാണ്. കരീം മൈത്രി.